നിങ്ങൾ അറിയാതെ തന്നെ ദിവസവും നിങ്ങൾ പാഴാക്കുന്നത് വിലയേറിയ ഒന്നാണ്. എന്നാൽ അത് സമയമല്ല. പിന്നെ അതെന്താണ്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫോക്കസ്. ഇന്ന് ജീവിതത്തിൽ നാം എല്ലാം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാം നേടാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ ഒന്നും നേടാതെ പോകുന്നു. ബിസിയായിരിക്കുക എന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് നാം കരുതുന്നു. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് എന്താണ്? നാം എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് എന്ന ബുക്കിനെ കുറിച്ചുള്ള സമ്മറിയാണ്. ഈ ബുക്കിൽ 70 ലെറ്റേഴ്സിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഹാപ്പിനെസ് എന്നിവ ഉൾപ്പെടെ ജീവിതത്തിന് വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. സ്കോട്ടിസം എന്ന ഫിലോസഫിയെ കുറിച്ചാണ് ഫെറോക്സ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. സ്കോട്ടിസം എന്ന തത്വചിന്ത നമ്മുടെ ഇന്നത്തെ ഈ മോഡേൺ ലൈഫിൽ ഉൾപ്പെടുത്തി നമ്മുടെ ലൈഫിൽ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുന്നതിനും കൂടുതൽ ഫോക്കസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ ജനറേഷൻ എന്നത് വളരെ ബിസി ആയ ഒരു ജനറേഷനാണ്. പക്ഷെ പ്രൊഡക്റ്റീവ് അല്ല. ബിസിയായി തുടരുന്നതാണ് നമ്മുടെ ബ്രെയിനെ ഏറ്റവും അധികം കബളിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ വളരെയധികം ബിസിയാണ്, അതിനാൽ എൻ്റെ ലൈഫ് ഗ്രോ ചെയ്യുന്നു എന്ന ധാരണയിലാണ് നാം. എന്നാൽ സത്യം എന്തെന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് സ്വയം ചോദിക്കാതെ വളരെ റാൻഡം ആയിട്ടുള്ള ടാസ്കുകളിൽ മുഴുകി ഓരോ ദിവസവും നാം ജീവിക്കുന്നു. ഫൊറോക്സ് പറയുന്നത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നതിൽ വ്യക്തത വേണം. ക്ലാരിറ്റിയാണ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം വ്യക്തമല്ല എങ്കിൽ നാം ചെയ്യുന്ന ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ആകുന്നതിന് പകരം നമ്മെ കൂടുതൽ ഡിസ്ട്രാക്ഷനിലേക്ക് എത്തിക്കുന്നു. ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ദിശയറിയാത്ത ഒരു കപ്പൽ പോലെയാണ്. ഓരോ ദിവസവും അത് ചലിക്കുന്നു, പക്ഷേ കൃത്യമായ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല. ടേരിയസ് ഫുറൂക്സ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും 3 ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇത് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതം മെച്ചപ്പെടുമോ? നോ പറയേണ്ടത് എന്തെല്ലാമാണ്? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നതിലൂടെ ലൈഫ് ചേഞ്ച് ആകും. ജീവിതത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ മോഡേൺ ലൈഫിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്നത് ഡിസ്ട്രാക്ഷൻ ആണ്. സോഷ്യൽ മീഡിയ, റീൽസ്, നോട്ടിഫിക്കേഷൻ, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഓവർ തിങ്കിങ്, ഇതെല്ലാം സൈലന്റ് കില്ലേഴ്സ് ആണ്. ഓദർ പറയുന്നത് നാം ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്തും പ്രോഗ്രസ്സും നൽകില്ല. അതുകൊണ്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്സ്, ടാസ്ക്, നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക. ഫോക്കസ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച വഴികളിൽ ഒന്ന് ഡിസ്ട്രാക്ഷൻ റിമൂവ് ചെയ്യുക എന്നതാണ്. നാം ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നതാണ്. ജീവിതത്തിൽ ഫോക്കസും പർപ്പസും ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പർപ്പസ് ഇല്ല എങ്കിൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ കൂടുതൽ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും പുതിയ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് ഒരു വർഷത്തിൽ നമ്മുടെ കരിയർ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓരോ ദിവസവും 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ബെറ്റർ ഹെൽത്ത് അച്ചീവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഒരു ദിവസം 20 മിനിറ്റ് റീഡിങ്ങിനായി സമയം സ്പെൻഡ് ചെയ്യുന്നത് മെന്റലി ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നു. ഓരോ ദിവസവും നാം ഫോക്കസ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ ഔട്ട്കം ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും സ്വയം ചോദിക്കുക, ഇതെന്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കുമോ? ഈ ചോദ്യം ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ നമ്മെ സഹായിക്കും. ഫോക്കസ്ഡ് ആയാൽ ജീവിതം കൂടുതൽ മീനിങ് ഫുൾ ആകും. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, പ്രൊഡക്ടിവിറ്റി, റിലേഷൻഷിപ്പ് എല്ലാം കൂടുതൽ ബെറ്റർ ആകാനായിട്ട് സാധിക്കും. ഓദർ നമ്മളോട് പറയുന്നത് ജീവിതം ഇംപ്രൂവ് ചെയ്യുന്നതിനായി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പകരം ഓരോ ദിവസവും ചെറിയ തീരുമാനങ്ങൾ എടുത്താൽ മതി. ജീവിതം തിരക്കായതുകൊണ്ടല്ല നാം പരാജയപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയാത്തതിനാലാണ്. നാം ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ
ജീവിതം ചുറ്റുമുള്ള നോയ്സിൽ നിന്നും ഡിസ്ട്രാക്ഷനിൽ നിന്നും കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് നമ്മെ നയിക്കുന്നു. സ്വയം തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം സ്വയം തിരിച്ചറിയൂ.